കുമളിയുടെ വിനോദസഞ്ചാര സാധ്യത തേക്കടി പോലുള്ള ഇടങ്ങളുമായി ചേർന്നാണ് നിൽക്കുന്നത്. അവിടേക്കെത്തുന്ന സഞ്ചാരികളാണ് ഈ പ്രദേശത്തേക്കും എത്തുന്നത്. ഇത്തരം വ്യൂ പോയിന്റുകൾ കൂടി ചേരുമ്പോഴേ ഇടുക്കിയുടെ പ്രകൃതിയെ അടുത്തറിയാനാകൂ. പ്രത്യേകിച്ചും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരിടം എന്ന നിലയിൽ 2 മണിക്കൂർ ഈ തണുത്ത പ്രകൃതിക്കൊപ്പം ചെലവിട്ട് അടുത്ത കാഴ്ചയിലേക്ക് പോകാം സഞ്ചാരികൾക്ക്. നമ്മുടെ അടുത്ത ലക്ഷ്യം ഒരു വെള്ളച്ചാട്ടമാണ്. കുമളിയുടെ ഉൾവഴികളിലൂടെ മുന്നോട്ടു പോകാം. വെള്ളച്ചാട്ടത്തിന്റെ പേര് അരുവിക്കുഴി. പാണ്ടിക്കുഴിയിൽ നിന്നും ഇവിടേക്ക് അധികം ദൂരമില്ല. കുമളിയുടെ പച്ചപ്പ് ആസ്വദിച്ച് മുന്നോട്ടു പോകാം. ഇടുക്കി യാത്രയിൽ നമുക്കൊപ്പമുള്ള മഴ പ്രകൃതിയുടെ തെളിമയായി കാഴ്ചകളെ മിനുക്കിയിരിക്കുന്നു. ചെറുവഴികൾ മുന്നോട്ടു പോകവേ മഴയ്ക്കൊപ്പം ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ വർത്തമാനവും കേട്ടു. അതെ, നമ്മൾ അരുവിക്കുഴിക്ക് അടുത്തെത്തിയിരിക്കുന്നു. ചെല്ലാർകോവിൽ അരുവിക്കുഴി വെള്ളച്ചാട്ടം. അരുവികൾക്കെപ്പോഴും ജലത്തിന്റെ ഭാഷയാണ്. മഞ്ഞണിഞ്ഞ പാണ്ടിക്കുഴി വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ജലധാരയുടെ നെറുകയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുമളി ഒരു കുഞ്ഞു കൗതുകമായി നമുക്ക് മുന്നിൽ. താഴേക്ക് മുഖം കുത്തി വീഴുന്ന വെള്ളച്ചാട്ടം മലയിറങ്ങി വരികയാണ്. മഴയുടെ ഉന്മാദം ആവാഹിച്ചെത്തുന്ന വെള്ളത്തിന് ശക്തി കൂടിയിട്ടുണ്ട്. പാറക്കെട്ടുകളിൽ വഴുക്കലുണ്ട്. കാഴ്ചകളോട് കൊതികൂടി സാഹസങ്ങൾക്കൊന്നും മുതിരരുതെന്ന് ഈ വഴി വരുന്നവരോടെല്ലാം പറയും. പാറക്കെട്ടുകൾക്കിടയിൽ കുഴികൾ നമ്മൾ കാണുന്നതിനേക്കാളും ആഴത്തിലുള്ളതായിരിക്കും. നമ്മൾ നേരത്തെ പാണ്ടിക്കുഴിയിൽ നിന്നും കണ്ടതുപോലെ തമിഴ്നാടിനോട് ചേർന്ന പ്രദേശങ്ങൾ ഇവിടെയും കാണാം. കമ്പം ഗൂഡല്ലൂർ മേഖലയുടെ മറ്റൊരു ഭാഗമാണ് ഇവിടെ നിന്ന് ദൃശ്യമാകുന്നത്. വെള്ളച്ചാട്ടം തമിഴ്നാട് അതിർത്തിയിലേക്കാണ് പതിക്കുന്നത്. മുകളിലെ വനാന്തരങ്ങളിൽ നിന്നും പല കൈവഴികളായി ഒഴുകി അരുവിക്കുഴി ആഴത്തിലേക്ക് പതിക്കുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നമ്മുടെ കാഴ്ചയിൽ മുറിഞ്ഞു പോകുന്നത് കാണാം. മഴക്കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടത്തെ അതിന്റെ മുഴുവൻ സൗന്ദര്യത്തിലും ആസ്വദിക്കാം. വേനൽക്കാലങ്ങളിൽ ഇവിടേക്ക് സഞ്ചാരികൾ അധികം എത്താറില്ല. കുമളിയിലേക്ക് എത്തുമ്പോൾ ഒരു വ്യൂ പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെല്ലാർകോവിൽ അരുവിക്കുഴി വെള്ളച്ചാട്ടം തന്നെയാണ്. വെള്ളച്ചാട്ടവും കാണാം, താഴെയുള്ള താഴ്വാര കാഴ്ചയും ആസ്വദിക്കാം. അങ്ങകലെയായി താഴ്വാരത്തിൽ കടും പച്ച നിറത്തിൽ ആ കാണുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ്. ഈ മേഖല മുന്തിരി കൃഷിക്ക് പ്രശസ്തമാണ്. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ടൂറിസം വകുപ്പും ബന്ധപ്പെട്ടവരും ചെല്ലാർകോവിൽ വെള്ളച്ചാട്ടവും വ്യൂ പോയിന്റും സഞ്ചാരികൾക്ക് ഉതകും വിധത്തിൽ സജ്ജീകരിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ്. വ്യൂ പോയിന്റിനോട് ചേർന്ന് ഒരു പാർക്ക് എന്ന രീതിയിൽ തന്നെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. വരുന്നവർക്ക് ഇരിക്കാനും മറ്റുമായി പ്രത്യേക സൗകര്യങ്ങൾ. ചക്കുവള്ളം ടൂറിസം സർക്യൂട്ട് അരുവിക്കുഴി ടൂറിസം പദ്ധതി എന്ന പേരിലാണ് 3 വർഷം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയത്. സഞ്ചാരികൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമുള്ള കംഫർട്ട് സ്റ്റേഷനും നിർമ്മിച്ചിരിക്കുന്നു. അങ്ങനെ വിശാലമായ ഒരു ഉദ്യാനം തന്നെയാണ് ടൂറിസം വകുപ്പിന്റെ മനസ്സിൽ. കാട്ടകം തൊട്ട് പാറക്കെട്ടുകളിലൂടെ കൈവഴികളായി തിരിഞ്ഞ് ജലം ആഴങ്ങളിലേക്ക് യാത്ര അവസാനിപ്പിക്കുന്ന അപൂർവ കാഴ്ച ആസ്വദിക്കാനായി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് ചെല്ലാർകോവിൽ അരുവിക്കുഴി വെള്ളച്ചാട്ടവും അനുബന്ധ മേഖലകളും.